Hi friends, welcome back to the channel. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി നിങ്ങൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ജിമെയിൽ യൂസർ ആണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു ജിമെയിൽ ID യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ ID നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കൊരു ചാനൽ ഉണ്ട്. നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റുക, പിന്നെ അതുമാത്രമല്ല എബൌട്ട് സെക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഫില്ല് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്യാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ യൂട്യൂബ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിക്ക് മൊബൈലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അത് പ്ലേ സ്റ്റോറിലും നിങ്ങൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മൊബൈൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ചാനലിൻ്റെ പേര് മാറ്റാൻ പറ്റും, പിന്നെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എങ്ങനെ മാറ്റാം, ചാനലിൻ്റെ എബൌട്ട് പേജ്, പിന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിത് മൊബൈലിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിക്ക് ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മേലെ കാണുന്ന റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് യുവർ ചാനൽ പ്രസ് ചെയ്യുക. അപ്പോൾ ചാനൽ പ്രസ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജാണ് ഈ കാണുന്നത്. നമ്മുടെ പോപ്പുലറായിട്ടുള്ള വീഡിയോസ്, പിന്നെ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ്. പിന്നെ രണ്ടാമത്തെ ടാബ് എന്ന് പറയുന്നത് വീഡിയോസ് ടാബാണ്. വീഡിയോസ് ടാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലിസ്റ്റിൽ കാണാൻ പറ്റുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് മേലെയും ബാക്കിയുള്ള വീഡിയോ താഴോട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ടാബ് എന്ന് പറയുന്നത് പ്ലേലിസ്റ്റാണ്. പ്ലേലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള പ്ലേലിസ്റ്റും പ്രൈവറ്റ് പ്ലേലിസ്റ്റും കാണാൻ പറ്റുന്നതാണ്. പിന്നെ ചാനൽസിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ചാനലിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. പിന്നെ എബൌട്ട് പേജ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേരും എബൌട്ട് ഡിസ്ക്രിപ്ഷനും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ടാബിൽ പോവുക, ഹോം ടാബ്. അതിൽ താഴെ നമ്മുടെ പ്രൊഫൈൽ ഇമേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഗിയർ ഐക്കൺ കാണാവുന്നതാണ്. ആ ഗിയർ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരാണ് NadChallenge ടോക്ക്. ഇത് പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ പേജ് മാറുന്നതാണ്. ഓക്കെ, പിന്നെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എബൌട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പെൻസിൽ ഐക്കൺ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെയും മാറ്റം ചെയ്യാവുന്നതാണ്. പ്ലേലിസ്റ്റിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ചാനലിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ ഇത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക് പോകാവുന്നതാണ്. പിന്നെ ചാനലിൻ്റെ പേജ് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അത് എല്ലാ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം കുറച്ച് ടൈം എടുത്തെന്ന് വരും. ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മാറിയെന്ന് വരും. ഇവിടെ ചില സമയങ്ങളിലെല്ലാം 1, 2, 3 മണിക്കൂറിൽ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചാനലിൻ്റെ പേരും ചാനലിൻ്റെ എബൌട്ടും നമ്മൾ മാറ്റുന്നത്. ഇനി അടുത്ത് നമ്മൾ എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളൊരു വീഡിയോ ഓൾറെഡി സേവ് ചെയ്ത് ഗാലറിയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മേലെ കാണുന്ന ഈ വീഡിയോ ഐക്കോണിൽ പ്രസ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്യുന്നതാണ്. ഈ ഗാലറിയിൽ നിങ്ങളുടെ വീഡിയോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഗോ ലൈവ് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ബട്ടണും പ്രസ് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ 6ാമത്തെ വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ സെലക്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ നിങ്ങളുടെ ചാനൽ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാനൽ ഉണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾ മറ്റുള്ള ചാനലിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ടൈറ്റിൽ, നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിൽ ആൾക്കാർ വ്യൂവേഴ്സ് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ മേലെ കാണുന്ന ടൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ പബ്ലിക് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പബ്ലിക് ആണോ അല്ല അൺലിസ്റ്റഡ് ആണോ പ്രൈവറ്റ് ആണോ. പ്രൈവറ്റ് എന്ന് പറയുന്നത് ആർക്കും തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ വീഡിയോ.
അൺലിസ്റ്റഡ് എന്ന് പറയുമ്പം നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക് ആർക്കെല്ലാണോ ലിങ്ക് അയച്ചു കൊടുക്കുന്നത് അവർക്ക് മാത്രമായി നിങ്ങളുടെ വീഡിയോ കാണാൻ പറ്റും. പ്രൈവറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രമേ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ പബ്ലിക് ഇപ്പം ഡെമോ പർപ്പസ് ആയതുകൊണ്ട് തന്നെ അൺലിസ്റ്റഡ് സെലക്ട് ചെയ്യും. അതിനുശേഷം ലൊക്കേഷൻ എവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ മേലെ കാണുന്ന ഡെമോ ഓക്കെ, അതിനുശേഷം മേലെ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ഒരു ആരോ ഐക്കൺ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. 0% അപ്ലോഡഡ്, അങ്ങനെ 100% ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ അതിനുശേഷം പ്രോസസ്സ് ചെയ്യും. അതൊരു ജസ്റ്റ് ഒരു ലെസ് ദാൻ 1 minute or 2 minutes. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ പബ്ലിക് ആവുന്നതായിരിക്കും. ആർക്ക് തന്നെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങളുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ന്യൂസ് ഫീഡിൽ അല്ലെങ്കിൽ അവർ യൂട്യൂബിൻ്റെ ഹോം പേജിൽ ഈ വീഡിയോ അവർക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.